എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ബെല്ലിനെയാണ്. ബെല്ലി ആണെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റിൽ ക്യാമിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നല്ലോ. സോ അവളൊരു സൈക്കിൾ ഓടിച്ച് ക്യാം ഇന്ത്യനായിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും അവന്റെ ബോട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവനെ കാണാനും അവൾക്ക് പറ്റിയിരുന്നില്ല. അങ്ങനെ അവൾ പതുക്കെ തന്നെ സൈക്കിൾ എടുത്ത് സൂസനയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ ഇന്നലത്തെ ഹാങ് ഓവറിന്റെ ഒക്കെ ആ ഒരു ക്ഷീണം കാരണം നമ്മുടെ കോണർ ബീച്ചിൽ നിന്ന് വന്ന് വീട്ടിൽ ആ ഒരു സോഫയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ആ ഒരു ടൈമിൽ ഇവന്റെ ഈ ഒരു അവസ്ഥയൊക്കെ കണ്ട് ഇവന്റെ ബ്രദറായിട്ടുള്ള ജെറ് കോണറിന് ചെറിയൊരു വെളിവൊക്കെ വരാൻ വേണ്ടി ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ടൈമിൽ സ്റ്റീവനും അവൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. കാരണം ഇന്നാണ് അവർ ക്ലബ് ഹൗസിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മുടെ ബെല്ലിയും സൂസനയുടെ വീട്ടിലോട്ടേക്ക് വരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് സൂസന വരുന്നുണ്ടായിരുന്നു. കാരണം സൂസന നേരത്തെ ഒരു ക്ലബ് ഹൗസിലോട്ടുള്ള ഒരു ഡെഡ് ബോളിന് ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ബെല്ലിക്ക്. സോ അവൾ അത് അക്സെപ്റ്റ് ചെയ്തു എന്ന രീതിയിൽ അതിനകത്ത് എഴുതി സൂസനയുടെ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ സന്തോഷത്തിലാണ് സൂസനെ അങ്ങോട്ട് വരുന്നത്. സോ എന്തായാലും ബെല്ലി ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എന്തായാലും ഇനി ബെല്ലിക്ക് ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ മേടിക്കാം എന്നൊക്കെ സൂസന പറയുന്നു. അപ്പോഴേക്കും ലോറൽ പറയുന്നു, ഇതിപ്പോൾ പൈസ ചെലവുള്ള കാര്യമാണല്ലോ എന്നൊക്കെ ലോറൽ പറയുന്നുണ്ടെങ്കിലും സൂസന പറയുന്നു, ഈ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ സൂസന അവരോട് പറയുന്നുണ്ട്. കാരണം സൂസനയ്ക്കായിരുന്നു കൂടുതൽ ഇവളെ ആ ഒരു ഡ്രസ്സ് ഒക്കെ ഇട്ട് ആ ഒരു ഡെഡ് ബോളിന് കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹം. കാരണം സൂസനയ്ക്ക് ഒരു പെൺമകളായിട്ട് ആരുമില്ലല്ലോ. അതുകൊണ്ടൊക്കെ തന്നെ സൂസന ബെല്ലിയെ സ്വന്തം മകളായിട്ടാണ് കരുതുന്നത്. പിന്നീട് നമ്മുടെ സൂസന പറയുന്നുണ്ട് ഡെഡ് ബോൾ പാർട്ടിക്ക് ആരാണ് നമ്മുടെ ബെല്ലിയുടെ പേരായിട്ട് പോകുന്നത് എന്ന്. കോണർ പറയുന്നു, ഞാൻ കഴിഞ്ഞ വർഷം പോയിട്ടുള്ളതാ, സോ ഇപ്രാവശ്യം ആരുടെയും കൂടെ പോകുന്നില്ല എന്ന്. ജർ പറയുന്നുണ്ട്, ഞാനിപ്പം സമ്മറായിട്ട് ക്ലബ് ഹൗസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, സോ എനിക്കും വരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും ബെല്ലി പറയുന്നുണ്ട്, എൻ്റെ ആളിനെ ഞാൻ സ്വന്തമായിട്ട് തന്നെ കണ്ടുപിടിച്ചോളാം, നിങ്ങളുടെ രണ്ടുപേരുടെയും ആവശ്യം പേരായിട്ടില്ല എന്ന് ഇവളും അവന്മാരുടെ അടുത്ത് പറയുന്നു. അങ്ങനെ അവർ ഡെഡ് ബോൾ പ്രാക്ടീസിനും പിന്നീട് മെയിൻ ഡെഡ് ബോൾ ആ ഒരു പാർട്ടിക്കൊക്കെ പോകാൻ വേണ്ടിയുള്ള ഡ്രസ്സുകളും ഇവർ സെലക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു മെയിൻ പാർട്ടിക്ക് ഇടാനുള്ള ഡ്രസ്സ് ഒത്തിരി ഇടുന്നു. അവസാനം ഒരെണ്ണം അവർക്ക് നല്ലതായിട്ട് മാച്ച് ആവുന്നുണ്ട്. അത് സൂസനയ്ക്കും ലോറലിനും നല്ലതായിട്ട് തന്നെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ലോറൽ ആ ഒരു ടൈമിൽ വേറൊരു ഡ്രസ്സ് എടുത്തുകൊണ്ട് വരുന്നു. ആ ഒരു ഡ്രസ്സായിരുന്നു നമ്മുടെ ബെല്ലിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, അവളിപ്പോൾ ഇട്ടതിനെക്കാട്ടി. ബട്ട് അവളിപ്പോൾ ഇട്ട ആ ഒരു ഡ്രസ്സ് സൂസനയ്ക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്ന രീതി അറിഞ്ഞതുകൊണ്ട് തന്നെ അവൾ ഇട്ടിരുന്ന ആ ഒരു ഡ്രസ്സ് മാറ്റുന്നില്ല, അത് തന്നെ പാക്ക് ചെയ്യുന്നു. അങ്ങനെ അടുത്ത സീനിൽ ക്ലബ് ഹൗസ് കാണിക്കുന്നു. അവിടെ നമ്മുടെ ജെറ് ലൈഫ് ഗാർഡായിട്ടും സ്റ്റീവൻ ആ ഒരു റെസ്റ്റോറൻറ്റിൽ വെയിറ്ററായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്റ്റീവന് ചെറിയൊരു ബ്രേക്ക് കിട്ടിയ സമയത്ത് ജെറിൻ്റെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പുറത്തെ സീനിൽ നമ്മുടെ കോണർ ബീച്ചിൽ സർഫിനൊക്കെ വേണ്ടി പോകുന്നുണ്ട്. അതിനുശേഷം അവൻ വീട്ടിലോട്ട് വരുന്നു. സൂസനെ ആ ഒരു കൗച്ചിൽ ഒരു ബുക്കൊക്കെ വായിച്ചുകൊണ്ട് കിടപ്പുണ്ടായിരുന്നു. സൂസനെ അറിയാതെ അവൻ്റെ റൂമിലോട്ട് അവൻ പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. വീട്ടിൽ അവൻ കയറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി സൂസൻ അവനോട് പറയുന്നുണ്ട്, എടാ മോനെ നീ കുറച്ചേരം ഇങ്ങോട്ടൊന്ന് വരണേ, എനിക്ക് നിന്റെ പടം ഒന്ന് വരയ്ക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ അമ്മേ ഞാൻ വരാമെന്ന് കോണറും പറയുന്നു. നമ്മുടെ സൂസനെ ഒരു ആർട്ടിസ്റ്റ് കൂടാണ്. അങ്ങനെ സൂസന് അവൻ്റെ പടം വരയ്ക്കുന്നു. ആ ഒരു ടൈമിൽ സൂസന പറയുന്നുണ്ട്, എടാ നീ ഇങ്ങനെ ചുമ്മാ ഈ സമ്മറിൽ സമയം വേസ്റ്റ് ചെയ്ത് കളയാതെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസിലും കാണാൻ നീ പങ്കെടുക്കുക എന്നൊക്കെ അവനടുത്ത് പറയുന്നു. ഇപ്പൊ തന്നെ ഈ സമ്മറിലായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ഇങ്ങോട്ട് വരുന്നുണ്ട്. സോ എന്തായാലും എന്തെങ്കിലുമൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിനക്ക് കിട്ടാതിരിക്കത്തില്ല. ശിവും ജെറും ഇപ്പൊ പോയി ജോലി ചെയ്യുന്നില്ലേ, അതുപോലെ നീ എന്തെങ്കിലുമൊക്കെ ചെയ്യല്ല, നീ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നടന്ന് ടൈം വേസ്റ്റ് ചെയ്യാതെ എന്നൊക്കെ അവൻ്റെ അടുത്ത് പറയുന്നു. നമ്മളിപ്പം ഓരോ വർക്കിന് പോകുന്ന സമയത്ത് ഓരോ ആളുകളെ കാണാം, അവരുടെ അടുത്ത് സംസാരിക്കാം, അപ്പൊ നിന്റെ മൈൻഡും കൂടെ കുറച്ചൊന്ന് ഫ്രഷ് ആവും എന്നൊക്കെ സൂസന്ന കോണറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. കോണർ ഇതൊക്കെ കേട്ടോണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പുറത്തെ സീനിൽ നമ്മുടെ ജെറിനെയും സ്റ്റീവനെയും കാണുന്നു. ജെർ ആണെങ്കിൽ സ്റ്റീവൻ്റെ അടുത്ത് അവൻ മേക്ക് ഔട്ട് ചെയ്ത ആളുകളെയൊക്കെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. ജെർ പറയുന്നു, ആ റെഡ് ടോപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പെങ്കൊച്ചില്ലേ, അവളോട് ഞാൻ മേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് അതിലേക്കൂടെ പോകുന്ന ആ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് ചെറുക്കുന്നില്ലേ, അവനുമായിട്ട് ഞാൻ മേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് പൂളി കിടക്കുന്ന രണ്ടുപേരായിട്ട് ഞാൻ മേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. സ്റ്റീവൻ ആണെങ്കിൽ ഇതെല്ലാം കേട്ടിച്ചിരിക്കുന്നു. അങ്ങനെ ബീച്ചിൽ വെച്ച് സ്റ്റീവൻ പരിചയപ്പെട്ട ഷൈല എന്ന് പറയുന്ന ഒരു പെങ്കൊച്ച് അതിലേക്കൂടെ നടന്നു പോകുന്നുണ്ട്. ജെർ അവളെ കുറിച്ച് പറയുന്നുണ്ട്, ഞാൻ അവളെ വളയ്ക്കാൻ നോക്കി, പക്ഷെ അവള് അങ്ങനെ എപ്പോഴും എല്ലാവർക്കും ഒന്നും വളഞ്ഞു വന്ന ടൈപ്പൊന്നുമല്ല എന്നൊക്കെ സ്റ്റീവിന്റെ അടുത്ത് പറയുന്നുണ്ട്. സ്റ്റീവ് പറയുന്നു, നീ അവളെ നോട്ട് വേണ്ട, അത് എന്റെ പെണ്ണാണ്, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നു. അങ്ങനെ ലോറല് നമ്മുടെ ബെല്ലിനെ ആ ഒരു ക്ലബ് ഹൗസിൽ കൊണ്ടുപോയി ആക്കുന്നുണ്ട്. ആ ഒരു ഡെഡ് ബോളിന് പോകുന്നതിന് മുമ്പ് കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ആ ഒരു കാര്യങ്ങൾ ഇവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആ ഒരു ഡെഡ് ബോളിന് പങ്കെടുക്കുന്ന ഗേൾസ് എല്ലാം ഈ ഒരു ക്ലബ് ഹൗസിലോട്ട് ഇപ്പോൾ വരുന്നത്. ലോറല് ബെല്ലിയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെ വിളിക്കാൻ മടിക്കരുത്, നീ ഇവിടെ തന്നെ കാണും എന്നൊക്കെ ലോറല് ഇവളോട് പറയുന്നു. ആ ഓക്കെ അമ്മേ എന്നൊക്കെ പറഞ്ഞ് ഇവളും പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു ക്ലബ് ഹൗസിലാണല്ലോ നമ്മുടെ ജെറും വർക്ക് ചെയ്യുന്നത്. സോ ജെറിനെ അവൾ അവിടെ വെച്ച് കാണുന്നു. ദെൻ ജെറ് ഇവളെ ആ ഒരു ഹോളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഡെബിൾ കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു മെന്റർ നമ്മുടെ ബെല്ലിക്ക് അവളിരിക്കുന്ന ടേബിൾ പറഞ്ഞു കൊടുക്കുന്നു. അവളുടെ സീറ്റിന്റെ ഇപ്പുറത്തിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ കോണറിനെ ബീച്ചിൽ വെച്ച് കിസ് ചെയ്ത ഒരു പെങ്കൊച്ചുണ്ടല്ലോ, അവളുടെ ഒരു സീറ്റിന്റെ അടുത്താണ്. പിന്നീട് ബെല്ലി ഇരിക്കുന്ന സീറ്റിന്റെ ഇപ്പുറത്തിരിക്കുന്നത് സ്റ്റീവ് ബീച്ചിൽ വെച്ച് പരിചയപ്പെട്ട പെങ്കൊച്ചുണ്ടല്ലോ ഷൈല, അവളുടെ അടുത്താണ്. ബെല്ലി വിചാരിക്കുക പെട്ടല്ലോ ഇവരുടെ അടുത്ത് എന്ത് സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ച് അവളും അങ്ങോട്ട് പോയിരിക്കുന്നു. അങ്ങനെ പതുക്കെ തന്നെ അവൾ ഓരോരുത്തരടുത്ത് സംസാരിച്ച് സിങ്ക് ആവുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിലാണ് അവളുടെ അടുത്ത് പെരുമാറുന്നത്. അങ്ങനെ മെൻഡർ ഓരോ ക്ലാസ്സുകൾ എടുക്കുന്ന സമയത്ത് ഷൈല ചെറിയൊരു ബോട്ടിലിൽ കുറച്ച് ആൽക്കഹോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഡ്രിങ്ക്സ് എല്ലാം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിലായിരുന്നു അങ്ങോട്ടേക്ക് നമ്മുടെ ക്യാം പോകുന്നത്
നമ്മുടെ ബെല്ലി കണ്ടത്. ബെല്ലി ആൽക്കഹോളൊന്നും വേണ്ട, നീ ഇപ്പോൾ കുറച്ച് പുറത്തോട്ട് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ബെല്ലി അങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങനെ ക്യാമിനെ കണ്ടിട്ട് അവൾ സംസാരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാൻ അവിടെ ആ ഒരു ബോർഡിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ നിന്നെ കാണാൻ പറ്റിയില്ല എന്നൊക്കെ ഇവള് പറയുന്നു. ക്യാം അവളോട് ചോദിക്കുന്നുണ്ട്, നീ ഇന്ന് രാത്രി ഫ്രീ ആണോ, നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നു, ഓക്കെ ഫ്രീ ആണ്, ഞാൻ എന്തായാലും വരാം എന്നൊക്കെ പറഞ്ഞ് ഇവളുടെ നമ്പർ ക്യാം മേടിക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് വൈകിട്ട് നമ്മുടെ ബെല്ലി ഒരുങ്ങുകയായിരുന്നു ക്യാമിൻ്റെ കൂടെ ആ ഒരു മൂവി കാണാൻ വേണ്ടി പോകാൻ. ഏതാണ്ട് ഒരു ഡേറ്റിൻ്റെ കൂട്ടാണിത്. അങ്ങനെ ക്യാം അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ സിനിമ കാണാൻ വേണ്ടി അവരവിടെ ഇരിക്കുകയായിരുന്നു. സംഭവം എന്തോന്ന് വെച്ചാൽ അവിടെ ഒരു വലിയൊരു സ്ക്രീൻ കാണും, പിന്നീട് ലവേഴ്സ് ആയിട്ടുള്ള ആളുകൾ, പിന്നീട് കപ്പിൾസ് ഓരോ കാറിൽ അവിടെ വന്നിട്ട് ആ ഒരു സിനിമ ഇരുന്ന് കാണും. ആ ഒരു വലിയൊരു സ്ക്രീൻ നോക്കി. അതാണ് സംഭവം. നമ്മുടെ ബെല്ലിക്ക് ആ ഒരു സിനിമ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് ക്യാം ഇഷ്ടപ്പെട്ട് വന്നതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് അവൾ ആ ഒരു സിനിമയൊക്കെ കാണുന്നുണ്ട്. ക്യാം പതുക്കെ തന്നെ അവളുടെ കയ്യിലൊക്കെ പിടിക്കുന്നുണ്ട്. അവളും കൈയൊക്കെ പിടിച്ച് അവിടെ ഒരുമിച്ചിരിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ബുക്ക് പാർട്ടിയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ടൗണിലെ മിക്കുള്ള റൈറ്റേഴ്സും ആ ഒരു ലൈബ്രറിയിലോട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവരുടെ ബുക്ക് ഓരോരുത്തർക്കും വായിക്കാൻ വേണ്ടി കൊടുക്കുന്നു. അങ്ങനെ ചെറിയൊരു പാർട്ടിയാണ് അവിടെ. അപ്പം ഓരോ റൈറ്റേഴ്സിനും ഓരോ റൈറ്റേഴ്സിനെ പരിചയപ്പെടാം. സോ അതിന് ലോറലും കോണറും ജെറും സ്റ്റീവനും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ലോറൽ അവിടെ വെച്ച് ക്ലീവ്ലൻഡിനെ പരിചയപ്പെടുന്നു. അങ്ങനെ ക്ലീവ്ലൻഡ് പറയുന്നുണ്ട്, പുതിയൊരു ബുക്ക് എഴുതാൻ ഒരു പ്ലാൻ ഉണ്ട്, അത് സെയിലിങ്ങിനെ കുറിച്ചാണ് ബുക്ക്, പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് യാതൊരു കുന്തവും അറിയത്തില്ല എന്ന് ക്ലീവ്ലൻഡ് ലോറലിനോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും ലോറൽ വിചാരിക്കുന്നു നമ്മുടെ കോണറിന് സെയിലിങ്ങിനെ കുറിച്ച് നല്ലതായിട്ട് അറിയാം, കാരണം അവൻ ബീച്ചിൻ്റെയൊക്കെ ഈ ഭാഗത്ത് നടന്നാണ് വളർന്നിട്ടുള്ളത്. സോ കോണറിന് ഇങ്ങേരെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ ലോറൽ കോണറിനെ വിളിച്ചിട്ട് ഈ കാര്യം അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് അമ്മ പറഞ്ഞിട്ടാണോ എന്നൊക്കെ ലോറലിൻ്റെ അടുത്ത് അവൻ ചോദിക്കുന്നു. എന്നിട്ട് ഒന്നും പറയാതെ തന്നെ മറ്റേ രണ്ടവന്മാരിയ്ക്കുന്നിടത്തോട്ട് അവൻ പോകുന്നുണ്ട്. കാരണം കോണറിൻ്റെ അടുത്ത് നേരത്തെ പെയിന്റ് അടിക്കുന്ന സമയത്തും സൂസനെയും ഇത് തന്നെയാണ് പറഞ്ഞത്, ഈ ഒരു സമ്മറിൽ എന്തെങ്കിലും നീ ചെയ്യണം, ചുമ്മാ ഇങ്ങനെ ഇരിക്കരുത് എന്നൊക്കെയായിരുന്നു അവൻ്റെ അടുത്തും പറഞ്ഞിട്ടുള്ളത്. സോ ഇനി ലോറലിൻ്റെ അടുത്ത് സൂസൻ ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവൻ വിചാരിച്ചിട്ടുള്ളത്. കോണർ സ്റ്റീവിൻ്റെ അടുത്തും ജെറിൻ്റെ അടുത്തും പറയുന്നു, നമുക്ക് ബെല്ലിയുള്ള സ്ഥലത്തോട്ടൊന്ന് പോയാലോ, അവളുടെ ഡേറ്റ് നോക്കിയാലോ എന്നൊക്കെ പറഞ്ഞ് കോണർ ഈ രണ്ടവന്മാരെ വിളിച്ചുകൊണ്ട് ബെല്ലിയുടെ ഡേറ്റ് നടക്കുന്ന സ്ഥലത്തോട്ടേക്ക് പോകുന്നു. ആ ഒരു ടൈമിൽ നമ്മുടെ ബെല്ലിയും ക്യാമും ചെറുതായിട്ടൊന്ന് കിസ് ചെയ്യാനൊക്കെ പോവുകയായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു ഈ മൂന്നവന്മാരും അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. സോ ആ ഒരു കാര്യങ്ങളൊന്നും നടന്നതുമില്ല. അവന്മാരുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇപ്പം കയറി വന്നത് എന്നൊക്കെ പറഞ്ഞ് അവന്മാരുടെ അടുത്ത് കുറച്ച് ചൂടാവുന്നു. കോണർ പറയുന്നുണ്ട്, എന്നാ നമുക്ക് പോകാം, വീട്ടിലോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് കോണർ രണ്ടവന്മാരെയും കൂട്ടി വീട്ടിലോട്ട് പോകുന്നു. ആ ഒരു ടൈമിൽ ക്യാം ഇവൾക്കൊരു ഡ്രിങ്ക് മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു. അവന്മാർ പോയപ്പം ക്യാമും ഡ്രിങ്ക് മേടിച്ച് അങ്ങോട്ടേക്ക് വരുന്നു. പിന്നീട് അവന്മാർ പോയതുകൊണ്ട് തന്നെ ക്യാമും ബെല്ലിയും അവിടെ ഇരുന്ന് കിസ് അടിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ സ്റ്റീവൻ ഷൈലേനെയും കൂട്ടി ബീച്ചിൽ പോയിട്ടുള്ളതാണ്. പിന്നീട് അവർ കുറച്ച് അവിടെ കിടന്ന് ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഷൈല സ്റ്റീവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഡബോൾ പാർട്ടിക്ക് നീ എൻ്റെ പേരായിട്ട് വരാവോ എന്നൊക്കെ. സ്റ്റീവൻ വരാമെന്ന് അവളെടുത്ത് സമ്മതവും പറയുന്നുണ്ട്. പിന്നീട് അവർ വീണ്ടും കിസ് അടിക്കുന്നു. പിന്നീട് ക്യാം നമ്മുടെ ബെല്ലിനെ വീട്ടിൽ കൊണ്ടാക്കുന്നു. ബെല്ലി വീട്ടിൽ കയറുന്ന സമയത്ത് കിച്ചണിൽ കോണർ നിൽക്കുന്നത് കാണുന്നു. പിന്നീട് കോണറിൻ്റെ അടുത്ത്, നീ എന്തിനാണ് എൻ്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്, ലൈക്ക് നീ എന്നെക്കുറിച്ച് കെയർ ചെയ്യുന്നതിൻ്റെ കൂട്ടാണല്ലോ എന്നൊക്കെ ബെല്ലി കോണറിനോട് പറയുന്നു. കോണർ പറയുന്നു, ഞാൻ നിന്നെ കെയർ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ചുമ്മാ നീ അവിടെ പോയപ്പോൾ വന്നതേ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ മുടന്ന ന്യായങ്ങൾ കോണർ ബെല്ലി എടുത്ത് പറയുന്നുണ്ട്. സത്യം പറഞ്ഞ കോണറിന് ബെല്ലിയുടെ അടുത്ത് ഫീലിങ്സ് ഉണ്ട്, അവൻ ഇവളെ കെയറും ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ ഈ കാര്യങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്ത് കാണിക്കുന്നില്ല. കാരണം വേറെ കാര്യങ്ങളൊക്കെയാണ് അവൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അത് ആരുടെ അടുത്തും അവന് പുറത്ത് പറയാനും പറ്റുന്നില്ല. സോ അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ ബെല്ലിയുടെ അടുത്ത് പറയാത്തതുകൊണ്ട് തന്നെ ബെല്ലി വിചാരിക്കുന്നത് കോണറിന് അവളോട് പണ്ട് ഫീലിങ്സ് ഉള്ളതിൻ്റെ കൂട്ട് ഇപ്പോഴൊന്നും ഇല്ല, കുട്ടിക്കാലത്ത് അവൻ കെയർ ചെയ്യുന്നതിൻ്റെ കൂട്ട് അവളെ ഇപ്പോൾ കെയർ ചെയ്യുന്നില്ല എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. സോ ഈ ഒരു സീൻ കാണിച്ച് ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു.